ഏനാമാവ് പള്ളിക്ക് സമീപമുള്ള കുപ്പിക്കഴുത്തിന് ശാപമോക്ഷമായില്ല. തൃപ്രയാർ കാഞ്ഞാണി ചാവക്കാട് പൊതുമരാമത്ത് റോഡിലാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കുന്ന ഏനാമാവ് കുപ്പിക്കൊഴുത്ത് സ്ഥിതി ചെയ്യുന്നത്. പ്രധാന റോഡിന്റെ ഭാഗമായ ഇവിടെ ഇരുവശങ്ങളിൽ നിന്നും വാഹനങ്ങൾക്ക് ഒരേ സമയം കടന്നുപോകാൻ കഴിയില്ല. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ കുപ്പിക്കഴുത്ത് നീക്കി റോഡ് വീതി കൂട്ടണമെന്നുള്ളത് പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ്. ഇതിനായി സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയെങ്കിലും ഇതുവരെ നടപ്പിലായില്ല. പൊതുമരാമത്ത് വലപ്പാട് സെക്ഷന്റെ കീഴിലായ റോഡ് വീതി കൂട്ടാനുള്ള സ്ഥലം അളന്ന് മാർക്ക് ചെയ്ത് കല്ലുകൾ സ്ഥാപിച്ചിരുന്നു. മതിയായ നഷ്ടപരിഹാരം ലഭിച്ചാൽ സമീപത്തെ സ്ഥല ഉടമകൾ ഭൂമി വിട്ടു നൽകാൻ തയ്യാറാണ്. ഏനാമാക്കൽ സ്വദേശി താണിക്കൽ വീട്ടിൽ ടി.പി. ജോസഫ് ഈ വിഷയം നവകേരള സദസ്സിൽ പരാതിയായി ഉന്നയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ജില്ലാ ലാൻഡ് അക്വിസിഷൻ തഹസിൽദാർ സ്ഥലം സന്ദർശിക്കുകയും ഭൂമി ഏറ്റെടുക്കുന്നതിനായി 1.6 കോടി രൂപ ആവശ്യമായി വരുമെന്ന് അറിയിക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് വിവരമൊന്നും ലഭിക്കാത്തതോടെ മുഖ്യമന്ത്രിക്കും പരാതി അയച്ചിരുന്നു. തുടർന്ന് കഴിഞ്ഞ ഡിസംബറിൽ ഗുരുവായൂരിൽ നടന്ന കരുതലും കൈത്താങ്ങും അദാലത്തിലേക്ക് പരാതിക്കാരനെ വിളിച്ചുവരുത്തി. സ്ഥലം ഏറ്റെടുക്കുന്നതിനായി 1.3 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ടെന്നാണ് അതിൽ മറുപടി ലഭിച്ചത്. എന്നാൽ 52.5 ലക്ഷം രൂപ മാത്രമാണ് അനുവദിച്ചതെന്നും ബാക്കി വരുന്ന 1.18 കോടി രൂപ അനുവദിച്ച് ഭരണാനുമതി പുതുക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും അറിയിച്ചു. ഭരണാനുമതിയിൽ അധികരിച്ചു വരുന്ന 50 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച് കിട്ടുന്നതിന് പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. സർക്കാരിൽ നിന്ന് ഭരണാനുമതി പുതുക്കി ലഭിക്കുന്ന മുറയ്ക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. പ്രശ്നത്തിൽ അടിയന്തര നടപടി വേണമെന്നാണ് പരാതിക്കാരന്റെയും നാട്ടുകാരുടെയും കാലങ്ങളായുള്ള ആവശ്യം.